പൊടിക്കുഞ്ഞുങ്ങളാന്നുള്ള അത്രയും അലറി കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ട് പോലും ഒരു മനസാക്ഷി ഒരു ദയവും ഇല്ലാണ്ടാണ് ഞങ്ങൾ അത്ര ക്രൂരമായിട്ടാണ് അവിടെ പെരുമാറിയത് അവരെല്ലാവരും. പോലീസ് പറയുന്ന ഒരു വാദം എന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ വലിച്ചെറിഞ്ഞു, അത് ചോദ്യം ചെയ്തതാണെന്നൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ? അതിനുള്ള സാക്ഷിയാണല്ലോ ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത്. ആ CCTV ഫുട്ടേജിൽ വ്യക്തമായിട്ടുണ്ട് അവരാണ് അത് എടുക്കുന്നത്, കുഞ്ഞുങ്ങളെ രണ്ടുപേരും അതും വലിച്ച് വേദനിപ്പിച്ച അതൊക്കെ വ്യക്തമായിട്ട് കാണാം. കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളാന്നുള്ള അത്രയും അലറി കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ട് പോലും ഒരു മനസാക്ഷി ഒരു ദയവും ഇല്ലാണ്ടാണ് ഞങ്ങൾ അത്ര ക്രൂരമായിട്ടാണ് അവിടെ പെരുമാറിയത് അവരെല്ലാവരും. ആ കുഞ്ഞുങ്ങള് ഒരു 2-3 ആഴ്ച പിടിച്ചു അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട്. കാരണം എന്താ വെച്ചാൽ പനിക്കും പിടിച്ചാകെ വശം കിട്ടും അവര്. ടൂറിസ്റ്റ് ഹോമിൽ ഇവിടെ തൃശ്ശൂർ സ്വദേശികളാണ്. ഇവർ എറണാകുളം നഗരത്തിലെ ടൂറിസ്റ്റ് ഹോമിൽ ജോലി ചെയ്യുന്ന ഇവർ നടത്തുന്ന സ്ഥാപനമാണ്. പൊതു ഇടത്ത് ഇത്തരത്തിൽ മഫിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടുപേരെ മർദ്ദിക്കുന്ന ദൃശ്യം ഇദ്ദേഹം കാണുകയും അദ്ദേഹം ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അത് കാരണങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. സ്വാഭാവികമായും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇതറിഞ്ഞ് ഭാര്യ കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടതോടുകൂടി ഭാര്യ അത് ചോദ്യം ചെയ്തു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മഫ്റ്റിയിലായിരുന്നു. CA പ്രതാപചന്ദ്രൻ അടക്കം മഫ്റ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ തർക്കമുണ്ടാവുകയും തുടർന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യം ഷൈമോളെ നെഞ്ചിന് പിടിച്ച് തള്ളുന്നുണ്ട്. അതിനുശേഷം കർണത്തടിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് അതിൽ കാണുന്നത്. അന്ന് ഈ സംഭവം വിവാദമായ സമയത്ത് പോലീസിന്റെ വാദം പ്രധാനമായും ഈ പോലീസിനെ ഇവർ രണ്ടുപേരും കൂടി ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഉന്നയിച്ചത്. മാത്രമല്ല അന്ന് ഈ ഒരു കുറ്റം ചാർത്തി ഇവർക്കെതിരെ കേസെടുക്കുകയും ഈ ഷൈമിയുടെ ഭർത്താവിനെ 5 ദിവസത്തോളം അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്താണെങ്കിലും ഇതിനുശേഷം നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് 1 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ അന്ന് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് എന്നതിന്റെ വ്യക്തമായ ഒരു CCTV ദൃശ്യം മനസ്സിലായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ഗർഭിണിയായിരുന്ന ഈ യുവതിയെ പോലീസ് മർദ്ദിക്കുന്ന വളരെ വ്യക്തമായതും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റേഷൻ SHO ആണ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം മഫ്റ്റിയിലുമായിരുന്നു. എന്താണെങ്കിലും അന്ന് ആ തർക്കമുണ്ടാകുന്ന സ്വാഭാവികമായും മഫ്റ്റിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളായിരുന്നു. സ്വാഭാവികമായി തർക്കമുണ്ടായി. അതിനെ തുടർന്ന് ഇത്തരത്തിൽ CA മർദ്ദിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ഇവർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തിരുന്നത്.